ഇതേപോലത്തെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള തുണികളും അതേപോലെ ഫോം ബോർഡും തെർമോക്കോളും ഉണ്ടെങ്കിൽ നമുക്കിന്നൊരു ജാപ്പനീസ് ക്രാഫ്റ്റ് ചെയ്യാം. കിനു സൈഗ. ഈ ചെയ്യുന്ന ക്രാഫ്റ്റിൻ്റെ പേരാണ് കേട്ടോ കിനു സൈഗ. അതായത് ഒരു ജാപ്പനീസ് ക്രാഫ്റ്റ് ആണ്. ഫോം ബോർഡ് ആണെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണേ. അതായത് ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ ഔട്ട്ലൈൻ വരച്ച് പിൻ ചെയ്ത് കൊടുത്താൽ മതി ഫോം ബോർഡിലേക്ക്. അല്ലാതെ തെർമോക്കോൾ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പിക്ചർ വരച്ചെടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു നൈഫ് എടുത്തിട്ട് ഓരോ പാർട്ടും നല്ല ഡീപ്പായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ക്ലോത്ത് ഏതാണോ ആ കട്ട് ചെയ്ത് മാറ്റുന്ന പാർട്ടില്ലേ ആ പാർട്ടിനേലും ഒരു ഇച്ചിരിയും കൂടി വലുതായിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ടൂൾ വെച്ചിട്ട് കുത്തി കൊടുത്താൽ മതി. നമുക്കിവിടെ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നത് പോലത്തെ ഒരു ചെറിയൊരു ടൂൾ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്ന പിക്ചറിൻ്റെ ഓരോ പാർട്ടും കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ ചെയ്യണം കേട്ടോ. വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ ഒട്ടിച്ചെടുക്കാനും നോക്കുന്നില്ല, അതേപോലെ നമ്മളൊന്നും സ്റ്റിച്ചും ചെയ്യുന്നില്ല. കട്ടിങ്ങും ഇതേപോലെ കുത്തി കൊടുക്കലും മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. വേറെ ഇവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.